ചോറ് പറഞ്ഞിട്ടില്ല അമ്മിന്റെ കഴിഞ്ഞ അമ്മിന്റെ സ്വത്ത് വാവങ്ങാണ്. വേഗം ഉറങ്ങിക്കോ, വേഗം ഉറങ്ങിക്കോ. ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാത്രി ഒരു 11 മണിക്ക് ശേഷമാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് മുഹറം നോമ്പുണ്ട്. അപ്പോൾ കുട്ടികളും ഇക്കയും നോമ്പെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. റേനക്കുട്ടി 9ാം നോമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് 10ാമത്തെ നോമ്പിൻ്റെ അത്താഴമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഞാൻ രാത്രി ശരി അവർക്ക് അത്താഴത്തിന് കുറേ ദിവസം ഇല്ലാതെ അത്താഴം കഴിക്കില്ല. അപ്പോൾ കഴിക്കുമ്പോൾ നല്ല ഫുഡായിട്ടാണെങ്കിൽ അവരെന്തെങ്കിലും കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഇന്ന് നല്ലൊരു റൈസ് പുലാവാണ് ഉണ്ടാക്കുന്നത്. മഷ്റൂം പുലാവാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അതിൻ്റെ വിശേഷങ്ങളും മറ്റുമൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ തന്നെ ബെല്ലൈക്കണും കൂടെ ഇനേബിൾ ചെയ്യാം. ഇതുവരെ നമ്മൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം എനിക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം പർച്ചേസിന് പോയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ആ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല, ഇടണമെന്ന് വിചാരിച്ചത്, പക്ഷേ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ഷോപ്പിങ്ങും വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഷോപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ആ വാങ്ങിച്ച സാധനങ്ങൾ കുറച്ചൊക്കെ ഒന്ന് ബോക്സിലാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് ആക്കിയെടുക്കുകയാണേ. എല്ലാം കൂടെ ഒന്നിച്ച് നിന്ന് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് കുറേശ്ശായിട്ട് മാത്രമേ ഞാൻ ബോട്ടിലാക്കി വെക്കുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഒരു 4 ബോട്ടിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമുക്ക് വരുന്ന കമൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മക്കളെല്ലാം ഉണ്ടാക്കുന്ന ഒക്കെ കഴിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഭാഗ്യമാണ് അവരെ മക്കൾ ഉണ്ടാക്കുന്നത് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അതായത് ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ അവർക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള പോലത്തെ സാധനങ്ങൾ നമ്മൾ മാക്സിമം ഉണ്ടാക്കാറുള്ളൂ. പിന്നെയെന്ന് പറയുമ്പോൾ എന്തൊരു സാധനം നമ്മൾ കഴിച്ച് കാണിച്ചു കൊടുക്കണം, ആ സമയത്ത് അവരും നമ്മുടെ കൂടെ വന്ന് കഴിച്ചോളൂ കേട്ടോ. ഇഷ്ടമില്ലാത്തതാണെങ്കിലും എല്ലാം അങ്ങനെ ശീലിച്ചോളും. അപ്പോൾ ഞാൻ പുലാവിനും വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഒരു പാത്രത്തിൽ ഇതിങ്ങനെ മാറ്റി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാകുമ്പോൾ പിന്നെ വേഗം കുക്ക് ചെയ്യുമ്പോൾ അങ്ങോട്ട് എടുത്തിട്ടാൽ മതി. അല്ലെങ്കിൽ ഫുള്ളും ഞാൻ പരക്കം പാച്ചിലായിരിക്കും കേട്ടോ. എൻ്റെ വീഡിയോസിൽ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും. പിന്നെ ബാസ്മതി റൈസാണ് എടുക്കുന്നത്. നമ്മൾ ഈ ബാസ്മതി റൈസൊക്കെ കോയമ്പത്തൂരിൽ നിന്നാണ് കേട്ടോ വാങ്ങുക. ഹോസ്പിറ്റലിലേക്കൊക്കെ പോകുന്ന സമയത്ത് തിരിച്ച് വരുമ്പോൾ അവിടെ കുറച്ച് വില കുറവുണ്ടാവും, കുറച്ച് നല്ല നല്ല സാധനങ്ങളൊക്കെ കിട്ടാറുണ്ട്. പിന്നെ ഇവിടെ നിന്നും നമ്മൾ പർച്ചേസ് ചെയ്യാറുണ്ട്, ഫുള്ളായിട്ട് അവിടെ നിന്നല്ല. അപ്പോൾ ഞാൻ ഈ ബാസ്മതി റൈസ് ഒന്ന് വെള്ളത്തിൽ കഴുകിയിട്ട് കുതിരാനും വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. നമ്മൾ ഈ പച്ചക്കറി കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യുമ്പോഴേക്കും അതും കൂടെ അവിടെ റെഡി ആയിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതിലേക്ക് മെയിനായിട്ട് നമുക്ക് വേണ്ടത് മഷ്റൂമാണ്. മഷ്റൂം എന്ന് പറയുമ്പോൾ നമ്മൾ ഇറച്ചി കഴിക്കുന്നതിനേക്കാളും സത്യം പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആട്ടോ. ഇവിടെ എനിക്കും മക്കൾക്കൊക്കെ മഷ്റൂം ഭയങ്കര ഇഷ്ടമാണ്. കറിയൊക്കെ വെക്കുകയാണെങ്കിലൊക്കെ പെട്ടെന്ന് തീരും, പക്ഷെ നല്ല വിലയാണ് കേട്ടോ. അപ്പം ഞാനത് ഒരു പാക്കറ്റിൽ ഒരു 3/4 ഭാഗമാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് അരിയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മഷ്റൂമൊക്കെ വാഷ് ചെയ്തതിന് ശേഷം ഞാൻ കട്ട് ചെയ്യാമെന്ന് ചോദിച്ചു. ഇപ്പോൾ മഷ്റൂമിൻ്റെ ഗുണങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു, അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഞാൻ പറയുന്നില്ല. ലോ കാലറിയാണ്, പിന്നെ അതുപോലെ വൈറ്റമിൻ ഡി ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ലോസിനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സംഭവമാണ് കേട്ടോ. പിന്നെ രാത്രി ഇതുപോലെ ഒറ്റയ്ക്ക് നിന്ന് കുക്ക് ചെയ്യുന്ന സമയത്ത് ഞാനിപ്പോൾ ചെയ്യുന്നൊരു പരിപാടി എന്ന് പറയുമ്പം ഈ സ്റ്റോറീസ് കേൾക്കും. നമുക്ക് വായിക്കാനുള്ള സമയമൊന്നും ഇപ്പോൾ തീരെ ഇല്ല കേട്ടോ. അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ആപ്പ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ തന്നെ ഫേമസ് ആയ കുക്കു FM ആണ്. ഇതിൽ 4000-ലും അധികം ഓഡിയോ സ്റ്റോറി ബുക്സ് ഇതിലുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള പോലെയുള്ള കാര്യങ്ങൾ വായിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ സ്റ്റോറി ഓണാക്കിയിട്ട് നമ്മൾ നമ്മുടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് 2 കാര്യങ്ങളുണ്ട് ഗുണം. നമുക്ക് സ്റ്റോറി കേൾക്കുകയും ചെയ്യാം, നമ്മുടെ പണികളും നടക്കും. നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുന്ന നമ്മളെപ്പോലെയുള്ള സ്ത്രീകൾക്ക് ഒന്നിലും ഒരു ആക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റില്ല എന്ന് ഒരുപാട് പേര് സങ്കടമൊക്കെ പറയാറുണ്ട്. ഇതിലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റോറീസാണ് ഉള്ളത്. അതായത്
നമുക്കിപ്പോൾ മോട്ടിവേഷണൽ സ്റ്റോറീസ് വേണമെന്നുണ്ടെങ്കിൽ അതുണ്ട്, അതല്ല ഹൊറർ സ്റ്റോറീസ് വേണമെങ്കിൽ അതുണ്ട്. ഇങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് ബുക്കുകളുടെ സ്റ്റോറി ഓഡിയോ ബുക്കാക്കിയിട്ട് വെച്ചിരിക്കുകയാണ്. നമുക്കൊരു ഇയർഫോൺ ഉണ്ടെങ്കിൽ അതും വെച്ചിട്ട് കേട്ടുകൊണ്ട് നമ്മുടെ പണികൾ സുഖമായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു വർഷത്തിൽ വെറും 399 രൂപയേ ഉള്ളൂ. അപ്പോൾ എനിക്കൊരു കൂപ്പൺ കോഡ് ഉണ്ട്. ആ കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്തിട്ട് ഇത് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 199 രൂപയ്ക്ക് ഒരു വർഷത്തിന് നമുക്ക് ഈ 4000 സ്റ്റോറീസും കേൾക്കാനുള്ള അവസരം കൂടി ഉണ്ട് കേട്ടോ. ഞാൻ കൂപ്പൺ കോഡും കാര്യങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വലിയ പൈസ ഒന്നും വരുന്നില്ല. നമുക്ക് ബോറടിക്കാതെ നമ്മുടെ കുക്കിങ് കാര്യങ്ങൾ നമ്മുടെ മക്കൾക്ക് സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കാനാണെങ്കിലും ഒക്കെ ഈ ഒരു കുക്ക് എഫ് എം നമുക്ക് ഉപകാരപ്പെടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇന്ത്യയിൽ തന്നെ നിരവധി ഭാഷകളിൽ ഇത് അവൈലബിൾ ആണ്. അതായത് നമുക്ക് മലയാളം അറിയില്ലെങ്കിൽ തമിഴാണെങ്കിൽ തമിഴ്, കന്നഡ ആണെങ്കിൽ കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ്, ഇതുപോലെ ഡിഫറെൻറ്റ് ഭാഷകളിൽ നമുക്ക് ഈ ഒരു ഓഡിയോ എഫ് എം കേട്ടുകൊണ്ട് തന്നെ നമുക്ക് പണികൾ ചെയ്യാനും പറ്റും. ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഭയങ്കര ഒരു ആശ്വാസമാണ് കേട്ടോ ഈ ഓഡിയോ ബുക്ക് കേൾക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഒരു നേരത്തെ ഏതെങ്കിലും ഒരു കുക്കിംഗ് ഇതുപോലെ ഏതെങ്കിലും ഒരു സ്റ്റോറി കേട്ടുകൊണ്ട് അങ്ങനെ കഴിയും. അപ്പോൾ ഞാൻ ഇന്ന് അബ്ദുൽ കലാമിൻ്റെ ഈ ഒരു സ്റ്റോറിയാണ് കേൾക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഈ മസാല കൂട്ടുകളെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സിയിൽ, നന്നായിട്ടല്ല ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്താൽ മതി. പക്ഷേ ഇതിൽ എനിക്ക് പറ്റിയൊരു അബദ്ധം ഞാൻ പറയാം, അത് ലാസ്റ്റ് പറയാം കേട്ടോ എന്താ സംഭവം എന്ന് വെച്ചാൽ. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് അടിച്ചിട്ട് എടുത്തിട്ട് വരാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് താളിക്കാനും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പുലാവ് ഉണ്ടാക്കുന്നത് ഞാൻ ഒരു കുക്കറിൽ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓരോന്നിനായിട്ട് വേറെ വേറെ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് കുക്കറിൽ അധികം വെച്ച് ശീലമൊന്നും ഇല്ല കേട്ടോ. എങ്കിലും ഇന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെക്കുകയാണ്. അപ്പോൾ ഞാൻ 1 സ്പൂണോളം നെയ്യിട്ട് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂണോളം ഞാൻ ഓയിലും കൂടെ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കാനും വേണ്ടിയിട്ട് ഇടുന്നുണ്ട്. കുറേ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ കുട്ടികളുടെ ഇടയിൽ കൂടെ വാങ്ങിയതുകൊണ്ട് അണ്ടിപ്പരിപ്പിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാനിങ്ങനെ സ്റ്റോറി ഇടയ്ക്കിടയ്ക്കൊന്ന് ഓണാക്കി വിടും. നിങ്ങൾക്ക് കേൾപ്പിക്കാനും പറ്റില്ല, കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇനി അണ്ടിപ്പരിപ്പ് ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ആയി കഴിഞ്ഞാൽ എല്ലാം എടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതേ പാത്രത്തിൽ അതേ കുക്കറിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് മസാലയൊക്കെ ഒന്ന് ആക്കിയെടുക്കാം. ഞാൻ അത് മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന സംഭവങ്ങളെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു പാകത്തിനാവുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇടാം. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ആ ഗ്യാപ്പിൽ ഞാൻ ഒരു 2 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അധികം എരിവില്ലാത്ത 2 വലിയ പച്ചമുളകാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട്. പിന്നെ സവാളയും കൂടെ വേണം കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടി ഇനി നമുക്ക് നേരിട്ട് നമ്മുടെ കുക്കറിൽ വെച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ ഗ്യാപ്പിൽ ഞാനൊരു സാധനം കാണിച്ചു തരാം. നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഒരുപാട് ചോദിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. റോക്ക് സാൾട്ട് എന്താണ്, ഏത് കമ്പനിയാണ് നിങ്ങൾ വാങ്ങുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഞാനിവിടെ റോക്ക് സാൾട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് പിങ്ക് സാൾട്ട് എന്നും പറയും. പിങ്ക് കളറായിട്ടാണ് ഉണ്ടാവുക. പക്ഷേ വീഡിയോയിൽ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നില്ല. കുറച്ച് വിലയുണ്ടാവും, പക്ഷേ എങ്കിലും നമ്മൾ വൈറ്റ് സാൾട്ട് യൂസ് ചെയ്യുന്നതിനേക്കാളും എത്രയോ 100 ഇരട്ടിക്ക് നല്ലതാണ് കേട്ടോ. ഇത് ഈ കളറ് ശരിക്കും വീഡിയോയിൽ അറിയുന്നില്ല. ഒരു പിങ്ക് കളർ, ലൈറ്റ് പിങ്ക് കളറായിട്ടാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ ഇത് ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് സാധാ ഉപ്പ് ഇടുന്നതിലും ആ ഒരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ചിലപ്പോൾ കൂടുതലായിട്ട് തോന്നും, ചിലപ്പോൾ കുറവായിട്ട് തോന്നും. പക്ഷെ നമ്മൾ നോക്കിയിട്ട് ഇട്ടാൽ മതി. അപ്പോഴേക്കും ഇതേ നമ്മുടെ മഷ്റൂമൊക്കെ എടുത്ത് ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് വൈറ്റമിൻ ഡിയും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. അതുകൊണ്ട് ഒരു മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും ഇത് ഞാൻ വാങ്ങും കേട്ടോ. വാങ്ങിയിട്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അപ്പോൾ മഷ്റൂം അതിലേക്ക് ഇട്ടതിന് ശേഷം ഒരു ഇങ്ങനെ മഷ്റൂമൊക്കെ ഇങ്ങനെ ഒന്ന് ചുങ്ങി വരൂലേ, ചെറുതായി വരൂലേ, ആ ഒരു പരുവാകുന്ന വരെ നമ്മളൊന്ന് കുക്ക് ചെയ്യണം. മൂടി വെച്ചിട്ട് കുക്ക് ചെയ്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ അപ്പോഴേക്കും ഞാൻ ഈ അരിയൊക്കെ ഒന്ന് വെള്ളം ഒന്ന് കുതിർത്തെടുത്ത് വെക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് ചെയ്യാനേ. ഞാൻ അരി 2 കപ്പാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് 4 കപ്പ് വെള്ളമാണ് കേട്ടോ അതിലേക്ക് ആവശ്യമുള്ളത്. കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ 4 കപ്പ് വെള്ളമാണ് ഞാൻ എടുക്കുന്നത്. അതിൽ കുറച്ച് കുറവാക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ കറക്റ്റ് വേവായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇനി വന്നിട്ട് ഈ വെള്ളം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. മസാല ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ മഷ്റൂം ഒന്ന് ലൈറ്റായിട്ടൊന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് തിളച്ചതിന് ശേഷമാണ് ഞാൻ അരി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുക. ഞാൻ എന്നാലും ജസ്റ്റ് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതേ തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ അരി ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഇനിയാണ് ഇപ്പോൾ ഇതിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത്. നമ്മൾ കുക്കറിൽ ഇട്ടിട്ടാണല്ലോ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 8 മിനിറ്റോളം കുക്കറിൽ നമ്മൾ കുക്ക് ചെയ്യണം, സിമ്മിലാക്കിയിട്ട്. പക്ഷേ അതിൻ്റെ വിസിലിടരുത്. അതാണ് കേട്ടോ ഇതിൽ മെയിൻ എന്ന് പറയുന്നത്. എൻ്റെ കുക്കറിൻ്റെ ഹാൻഡിലൊക്കെ പൊട്ടിപ്പോയി ഗൈസ്. ഇതിപ്പോൾ പുതിയ കുക്കർ വാങ്ങണം. ഇക്കാൻ്റെ ഷോപ്പിൽ കുക്കർ ഉള്ള സമയത്ത് ചോദിച്ചപ്പോൾ എനിക്ക് തന്നില്ല. ഇനിയിപ്പോൾ പുറത്തുപോയിട്ട് പൈസ കൊടുത്ത് വാങ്ങണ്ടേ. അതേ ഞാൻ വിസിലിട്ടിട്ടില്ല എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇനി നമുക്കൊരു 8 മിനിറ്റോളം വെയിറ്റ് ചെയ്യണം. ആ ഒരു ഗ്യാപ്പിൽ ഞാൻ കമൻസ് ഒക്കെ നോക്കാം അങ്ങനെയെന്ന് വിചാരിച്ചു. ഇൻസ്റ്റാഗ്രാം എന്തെങ്കിലുമൊക്കെ ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഹാളിൽ വന്നിരിക്കുകയാണ്. റൂമിൽ പോയി കഴിഞ്ഞാൽ മക്കൾ ഫുള്ളും എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും. പിന്നെ എൻ്റെ പുറകെ തന്നെ വരും. എനിക്കാണെങ്കിൽ വീഡിയോ പിന്നെ കണ്ടിന്യൂ ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഞാൻ മാക്സിമം നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞ ഉടനെ ആദ്യം വരുന്ന അരമണിക്കൂർ 1 മണിക്കൂറുള്ള കമൻസിനൊക്കെ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. പിന്നീട് എന്ന് പറയുമ്പോൾ അപ്പോഴേക്കും നമ്മൾ അടുത്ത തിരക്കിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കമൻസ് റിപ്ലൈ ചെയ്യാൻ പറ്റാറില്ല. അതുകൊണ്ട് റിപ്ലൈ കിട്ടാത്തവർ വിഷമിക്കരുത് കേട്ടോ. എൻ്റെ ഒരു അവസ്ഥ മാനിച്ചുകൊണ്ട് എന്നോട് ക്ഷമിക്കണേ. സോറി കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞാൻ പോയിട്ട് സ്റ്റവ് നിർത്താണ് കേട്ടോ ചെയ്യുന്നത്. വേറെ ഒന്നും ചെയ്യുന്നില്ല. എന്നിട്ട് നമ്മുടെ വിസിലുണ്ടല്ലോ ആ വെയിറ്റ് ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതായത് ഇതാണ് ദമ്മലിടുന്നത്. ഇതൊരു 30-45 മിനിറ്റോളം അങ്ങനെ വെക്കണം നമ്മൾ. അപ്പോഴേക്കും ഇതേ ഞാനൊരു സംഭവം കാണിച്ചു തരാം. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജാണ് കേട്ടോ. ഫോളോ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കമൻസ് ഇവിടെ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ റിപ്ലൈ ചെയ്യാറുണ്ട്. പക്ഷെ 1000-1500ഓളം മെസ്സേജുകൾ ഉണ്ടാവും. ഇതിൽ നമ്മൾ ആദ്യം കാണുന്ന കുറച്ച് മെസ്സേജിന് റിപ്ലൈ ചെയ്യുമ്പോഴേക്കും പിന്നെ ഒരു ദിവസം കഴിയും. അത്രയ്ക്കും മെസ്സേജ് ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റാറില്ല. എങ്കിലും മാക്സിമം ഞാൻ ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. സുഖാണോ, ഹലോ, ഹായ് എന്ന് പറയുന്നതിനേക്കാളും എന്തെങ്കിലും അവർക്ക് ഗുണമുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മൾ വേഗം റിപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ആയി വരുന്ന ഗ്യാപ്പിൽ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിനും വേണ്ടിയിട്ട് കുറച്ച് പിറ്റേ ദിവസത്തിന് കടലയില്ലേ, വെള്ളക്കടല, അതൊന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ 8 മാസത്തിന് ശേഷം നമ്മുടെ ബേബി വെയിറ്റ് വരാനും വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത് ചോറ് പോലെയുള്ള ഭക്ഷണമല്ല കഴിക്കേണ്ടത്. കടലവർഗ്ഗങ്ങൾ കൂടുതലായിട്ട് കഴിക്കുകയാണെങ്കിൽ, പ്രോട്ടീൻ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുകയാണെങ്കിൽ കുട്ടിക്ക് നന്നായിട്ട് വെയിറ്റ് വെക്കും കേട്ടോ. ഒരു മിനിമം ഒരു 3.5 കിലോ എങ്കിലും ഉണ്ടെങ്കിലല്ലേ കുട്ടി നല്ല ചബ്ബിയായിട്ട് നമുക്ക് എടുക്കാനും ഒക്കെ ഒരു നല്ലൊരു രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ എനിക്ക് കുട്ടികളെ വെയിറ്റ് ഉള്ളത് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ മക്കളെല്ലാവരും റേനക്കുട്ടി മാത്രമാണ് ഏറ്റവും കുറവുണ്ടായിരുന്നത്, 3.300. ബാക്കി 3.45, 3.500, 3.600 ആ ഒരു വെയിറ്റ് ഒക്കെയാണ് കേട്ടോ. ഉറങ്ങിയിട്ടില്ല. അമ്മിൻ്റെ കഴിഞ്ഞാന്നാ എന്താ ചേച്ചി? കഴിഞ്ഞാ? ഇല്ല, ഇനിയുണ്ട് പണി. അമ്മി പാവം, അമ്മി പാവം. ഇല്ലടാ, ആട്ടി തരട്ടെ? ഉറങ്ങോ? ഹസ്ബി റബ്ബി പാട്, ഞാൻ ആട്ടാ. പാട്. ഇനിയുണ്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. നമുക്കെന്താ കുഴപ്പം? അമ്മയ്ക്കല്ലേ കാലില് ചോര വന്നിട്ടോ? നിനക്കെന്താ പ്രശ്നം? നിന്റെ കാലിൽ ചോര വന്നോ? അങ്ങനെ ഒരു 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം 45 മിനിറ്റെങ്കിലും വെക്കണം. ഞാൻ വന്നിട്ടുണ്ട്, എനിക്ക് പെട്ടെന്ന് കിടക്കണം എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ചോറ് കറക്റ്റായിട്ട് ഒക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ അത്താഴത്തിന് പോയി കിടക്കുമ്പോൾ ഇതുപോലെ തന്നെ മൂടി വെച്ചിട്ടാണ് പോയി കിടക്കുക. അപ്പോഴേക്കും കറക്റ്റ് പാകമാവും. ചോറൊക്കെ ഇപ്പോൾ വെന്തിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് വെള്ളമുണ്ട്, കാരണം ഞാനൊരു 15 മിനിറ്റ് മുമ്പാണ് തുറന്നിട്ടുള്ളത്. അതെന്തിനാന്ന് വെച്ചാൽ ഒന്ന് തുറന്ന് നോക്കിയിട്ട് പിന്നെ കവർ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ഉറങ്ങാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇനി ആ സമയത്ത് എനിക്ക് എണിക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ അവർ കുട്ടികളും ഇക്കയും എടുത്ത് കഴിച്ചോളുമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ വരണം എന്നുള്ള ആവശ്യമില്ലല്ലോ. ശരി. ചിക്കൻ ചൂടുണ്ട്, പൊള്ളും ചിലപ്പോ. കടിക്ക് കടിക്ക് കടിക്ക്.
വെറുതെ ചോദിച്ചാലോ? ചൂടുണ്ട്, ചൂടുണ്ട്. നമ്മുടെ അണ്ടിപ്പരിപ്പൊക്കെ ഇടണ്ടേ? സാല പോട്ടെ. ബാ റൂമിൽ പോ. അമ്മ എടുത്തുതരാം, മുളകൊക്കെ അമ്മ എടുത്തുതരാം. വെള്ളം എടുത്തിട്ട് വരാം. പൊയ്ക്കോ പൊയ്ക്കോ. രാത്രി കിടക്കുന്ന സമയത്ത് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. കാരണം ഇത്ര കഷ്ടപ്പെട്ട് വെച്ചിട്ട് ഇവരെങ്ങാനും ഉറക്കത്തിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ വേസ്റ്റ് ആവുമല്ലോ പഠിച്ചോനേന്ന് പറഞ്ഞിട്ട് ഉറക്കം വരുന്നേ ഇല്ല. എങ്ങനെ ഒരു 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഉറങ്ങുമ്പോൾ. പിന്നെ പെട്ടെന്ന് നിൽക്കാൻ്റെ അലാറം കേട്ട് ചാടി എണീറ്റ് ഒരു 4:15 ആ ഒരു സമയത്തായിരുന്നു. പിന്നെ പെട്ടെന്ന് വേഗം എല്ലാവരും എണിപ്പിച്ച് അവർക്ക് ചോറ് കാര്യങ്ങളൊക്കെ വിളമ്പി കൊടുത്തു. പിന്നെ ഞാൻ പറഞ്ഞില്ല എനിക്കൊരു അബദ്ധം പറ്റിയെന്നുള്ളത്. എൻ്റെ മക്കൾക്ക് ഈ ജീരകം ഈ മാതിരി സാധനങ്ങൾ ചോറിൻ്റെ അടിയിൽ വരുന്നത് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ പിന്നെ ഇവർ അത്താഴത്തിന് ഇരുന്ന് പെറുക്കി മാറ്റി വയ്ക്കായിരുന്നു. ഞാൻ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു പ്രശ്നം വരില്ലായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് പിന്നെ അവർക്ക് അതൊരു ബുദ്ധിമുട്ടായി തോന്നി. അപ്പോൾ നിങ്ങളുടെ മക്കൾക്കും അങ്ങനെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് മിക്സിയിൽ മാവുമാരി അടിച്ചിട്ട് ആ മസാല ചോറിലേക്ക് നമ്മൾ ഇട്ടാൽ മതി കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഇവർ മന്തി കഴിക്കുമ്പോൾ എടുത്ത് മാറ്റി വയ്ക്കുന്ന പോലെ ഇങ്ങനെ ഓരോന്നും എടുത്ത് മാറ്റി വെക്കേണ്ട ഒരു അവസ്ഥ വരും. പിന്നെ അതേ ഇക്ക എണീറ്റിട്ടുണ്ട്. അപ്പോൾ ഇക്കാക്കുള്ളതും കൂടെ വിളമ്പി കൊടുത്തിട്ട് ഞാൻ പോയി നിസ്കരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ രാവിലെ സമയങ്ങളിൽ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. രാവിലെയാണ് ഏറ്റവും കൂടുതൽ പെയിൻ വരുന്നത് നമ്മൾ ഉറങ്ങി എണീറ്റുടനെ. പിന്നെ ഇത് ചുക്കാപ്പിയാണ്. ചുമ പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല. അപ്പോൾ കുറച്ച് ചുക്കാപ്പിയും വെച്ചിട്ട് ഇക്കാക്കും കൊടുത്ത് ഞാനും കൂടെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്പുറത്ത് പോയി കിടന്നു. പിന്നെ റനയാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നമസ്കാരം കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് മക്കളൊക്കെ ഉറങ്ങുകയാണ്. അവരൊക്കെ അത്താഴം കഴിഞ്ഞിട്ട് ഉറങ്ങി. ഞാൻ രാവിലത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ ചെയ്യാണ്. ഈ ഒരു വീഡിയോയിൽ ഇത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കാണിക്കുന്നില്ല. അത് മറ്റൊരു വീഡിയോ ആയിട്ട് തന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫിൽ കാണിക്കാൻ. എന്താണെന്ന് വെച്ചാൽ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എഡിറ്റ് ചെയ്യാൻ വയ്യാന്ന് വിചാരിച്ചിട്ട് നിർത്തിയതാണ് കേട്ടോ. കുറേ ഉണ്ടാവും ഈ ഒരു വീഡിയോ. ഞാനിന്ന് നോമ്പ് തുറക്കുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ ഇൻക്ലൂഡ് ആക്കാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ തീരെ വയ്യ, ഭയങ്കര ടയേർഡാണ്. അപ്പോൾ ഇതൊന്ന് അപ്ലോഡ് ആക്കിയതിന് ശേഷം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.